ഷംന, ഈ 15-ാം തീയതി വരെ എല്ലാത്തിനും സേഫ് ആണ്. ആദ്യത്തെ കേസിൽ നോട്ട് അറസ്റ്റ് കിടപ്പുണ്ട്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി അന്ന് വൈകിട്ട് തന്നെ വിട്ടയക്കണം, ജാമ്യം നൽകണം. അതിനപ്പുറത്തേക്ക് ആവശ്യമെങ്കിൽ നോട്ടീസ് നൽകി വരും ദിവസങ്ങൾ വിളിച്ചു വരുത്തണം. അതായത് ജയിലിൽ പോകേണ്ട എന്ന ഒരു സേഫ് സോണിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്നു. നാളെ അവിടെ തെരഞ്ഞെടുപ്പ് കൂടിയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. രാഹുൽ വരുമെന്നോ രാഹുൽ വരികയില്ലെന്നോ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ അടുത്ത വൃത്തങ്ങൾ ലഭിക്കുന്നുണ്ടോ? സുഹേൽ, ഈ രണ്ടാമത്തെ കേസിൽ കോടതി ജാമ്യം നൽകിയതോടുകൂടി രാഹുൽ മാങ്കുട്ടത്തിൽ MLA തിരിച്ചെത്തുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഈ വീഡിയോ ഈ പുറത്തു വന്ന ഓഡിയോ സംഭാഷണവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കേസുണ്ടോ, നിയമപരമായി മുന്നോട്ട് പോകട്ടെ, പരാതി എവിടെ എന്നൊക്കെ ചോദിച്ച് മറുചോദ്യം ചോദിച്ച് പ്രതിരോധം തീർത്തിരുന്ന ഒരു MLA ആണ്. പിന്നീട് ഈ കേസ് പരാതിക്കാരി നേരിട്ടെത്തി മുഖ്യമന്ത്രിയോട് പരാതി പറയുന്നു, അതോടുകൂടി MLA കാണാതാവുന്നു എന്നതായിരുന്നു സാഹചര്യം. ഇപ്പോൾ 2 ആഴ്ചയോളമായി MLA ഒളിവിലാണ്. എന്തായാലും നാളെ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ച സ്ഥിതിക്ക് നാളെ രാഹുൽ തിരിച്ചെത്തുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മാത്രവുമല്ല, രാഹുലിന് ഇത്തവണ വോട്ട് പാലക്കാട് തന്നെയാണ്. 24-ാം വാർഡിൽ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുൽ നാളെ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ രാഹുൽ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതും ഉച്ചയോടുകൂടി രാഹുൽ എത്താനാണ് സാധ്യത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കണം എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ രാഹുലിന് ഇനി ആ ഒരു ഭയം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയണമെന്ന ഒരു ഭയമില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചെത്തും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രവുമല്ല, ഈ നേരത്തെയൊക്കെ വലിയ രീതിയിലുള്ള, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒളിവിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ട് വലിയ UDF-ന് വരെ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇനി നാളത്തെ കാര്യമാണ്. അതായത് ഒരു MLA ജാമ്യം കിട്ടിയിട്ട് പോലും വോട്ട് ചെയ്യാൻ എത്തിയില്ലെങ്കിൽ അത് വലിയ ചർച്ചയാകും. മാത്രവുമല്ല, ഇനി രാഹുൽ എത്തുകയാണെങ്കിൽ അതും വലിയ രീതിയിലുള്ള ചർച്ചയും മറ്റ് പാർട്ടികളടക്കം മറ്റ് മുന്നണികളിൽ നിന്നടക്കമുള്ള ഒരു എതിർപ്പുകൾക്കൊക്കെ ഇടയാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജാമ്യം കോടതി അനുവദിച്ച സ്ഥിതിക്ക് രാഹുൽ നാളെ എത്താനാണ് സൂചന. മാത്രവുമല്ല, 2 ആഴ്ചയോളമായി ഈ ഒളിവിലാണ് രാഹുൽ. നേരത്തെ ഈ തിരുവനന്തപുരത്ത് നിന്നടക്കമുള്ള ബലാത്സംഗ ഗർഭചിത്ര കേസുകളിൽ പ്രതിയായി 12 ദിവസത്തോളമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ വോട്ട് ചെയ്യാൻ എത്തുമോ? അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ നോട്ട് അറസ്റ്റുണ്ട്. രാഹുൽ ഒളിവ് കാലം അവസാനിപ്പിക്കുമോ എന്നാണ് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.